Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിം ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. ഇത് കാണുമ്പോൾ വുഡൻ ഫ്രെയിം പോലെ തോന്നുമെങ്കിൽ ഇത് വുഡൻ ഫ്രെയിം അല്ല, ഇത് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം റെഡിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ റെന്റിന് താമസിക്കുന്നവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള DIY ആയിരിക്കും, കാരണം നമ്മൾ ചുമരിലൊന്നും ആണിയടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് നമ്മൾ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 7 ഫ്രെയിംസും കൂടെ ചെയ്തെടുക്കാൻ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 100 രൂപീസിന് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ഫ്രെയിം ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഫ്രെയിമിൽ വെക്കാനുള്ള ഫോട്ടോസ് എല്ലാം പ്രിന്റ് എടുക്കണം. ഞാൻ ഇവിടെ A3 സൈസിലാണ് ഫോട്ടോസ് എല്ലാം പ്രിന്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഓരോ പിക്ചേഴ്സും കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യം വെച്ചാൽ ഒരു ചാർട്ട് പേപ്പറാണ്, ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റും എടുക്കാം. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പിക്ചർ എടുത്തിട്ട് അതിൻ്റെ ലെങ്തും അതുപോലെ തന്നെ വിഡ്ത്തും മെഷർ ചെയ്യണം. ഇതിൽ ലെങ്ത് വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതിൽ 4 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 7.5 ആണ്. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് 11.5 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 4 ഇഞ്ചസ് വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് 2 ഇഞ്ചസ് വീതം മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ 4 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തത്. ഈ ഒരു 2 ഇഞ്ചിൻ്റെ സ്പേസിലാണ് നമ്മൾ ഫ്രെയിമിൻ്റെ ബോർഡർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. രണ്ടായിട്ട് നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. ഇനി നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഏരിയ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ആ ഒരു സ്പേസിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണം. ഇതുപോലെ നമ്മൾ 4 സൈഡും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 4 സൈഡും ചെയ്തിട്ടുണ്ട്. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിനകത്ത് നമുക്കൊരു സ്ക്വയർ കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ പെൻസിൽ വെച്ച് ഞാൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കളയുന്നത്.
ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പറിൻ്റെ മുകളിലായിട്ട് 4 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു പോർഷൻ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു സ്ക്വയറും പുറത്തോട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യാനുള്ള എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. നമ്മൾ മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ബോർഡറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനിൽ വേണം ആ ഒരു പേപ്പർ ഫസ്റ്റ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ 4 സൈഡും ചെയ്തെടുക്കണം. ഈ ഒരു 2 സൈഡും കൂടെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് കറക്റ്റ് അതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് OHP ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മളുടെ ആ ഒരു പിക്ചറിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ വേണം നമ്മൾ ഈ ഒരു ഷീറ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്.
നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് മറ്റേ പിക്ചറും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ഫ്രെയിംസും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോന്നും ഞാൻ ഓരോ മെഷർമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് വാളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂ ആണ്. ഗ്ലൂ ഡ്രോപ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 2 സൈഡ് ടേപ്പിൻ്റെ ആവശ്യം വരത്തില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഒക്കെ റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വളരെ ഈസിയാണ്. പിന്നെ കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.